അപ്പം നമ്മളിപ്പോൾ ധനുഷ്കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മുനമ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അറിയപ്പെടുന്നത്. മണ്ഡപം മുതൽ ധനുഷ്കോടി വരെ ഏതാണ്ട് 45 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇപ്പോൾ അതിൽ ഒരു പാമ്പൻ പാലമുണ്ട്. പാമ്പൻ പാലം കഴിഞ്ഞാൽ പിന്നെ രാമേശ്വരം കഴിഞ്ഞാലാണ് ഈ അരിച്ചാൽ മുനമ്പ് എന്ന് പറഞ്ഞത് വരുന്നത്. അരിച്ചാൽ മുനമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചാൽ മുനമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 24 കിലോമീറ്റർ ദൂരത്തിൽ ശ്രീലങ്കയിലെ തലൈമന്നാർ എന്ന് പറഞ്ഞ സ്ഥലം കാണാമെന്നൊക്കെയാണ് പറയുന്നത്. നല്ല അന്തരീക്ഷമാണ്. നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം, നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് രഹിത പ്രദേശമാണ്. അങ്ങോട്ട് പ്ലാസ്റ്റിക് ഒന്നും ഒരു കാരണവശാലും കടത്തി വിടില്ല. അപ്പോൾ അവർ വണ്ടി ചെക്ക് ചെയ്ത് അവിടെ ഒരു 20 രൂപയുടെ ഒരു എൻട്രി ഫീസൊക്കെ ഉണ്ട്. അത് അടച്ച ശേഷമാണ് നമ്മളെ അതിലേക്ക് അവർ കടത്തി വിടുകയുള്ളൂ. നല്ല മനോഹരമായി, അതായത് നമ്മുടെ ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അരിച്ചാൽ മുനമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പേര് തന്നെ ഒരു സ്ഥലമല്ലേ, അരിച്ചാൽ മുനമ്പ്. എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ എന്നാ സംഭവിക്കുന്നത്, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് അരിച്ചാൽ മുന, ഇന്ത്യയുടെ എൻഡ്. അരിച്ചാൽ മുന ഒരു റൗണ്ട് അബൌട്ടാണ്. ഈ റൗണ്ട് അബൌട്ടിൽ ഒരു സ്തൂപമുണ്ട്, നമ്മുടെ അശോക സ്തംഭം. അതവിടെ നല്ല മനോഹരമായിട്ട് നല്ല ഹൈറ്റിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീലങ്കയിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അശോക സ്തംഭം നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. ശ്രീലങ്ക ഇവിടുന്ന് ഏകദേശം 24 കിലോമീറ്റർ ദൂരത്തിലാണ് ശ്രീലങ്ക. നമ്മുടെ ഈ രാമസേതു അല്ലെങ്കിൽ ആദംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് ഈ ധനുഷ്കോടി മുതൽ ശ്രീലങ്ക വരെയുള്ള ഇതാണ്. ശ്രീരാമൻ ഭഗവാൻ എല്ലാം ശ്രീലങ്കയിലേക്ക് സീതയെ രക്ഷിക്കാനായിട്ട് പോയ ആ ബ്രിഡ്ജ്, വാനരന്മാർ പണിത ബ്രിഡ്ജ്. അപ്പോൾ അതിനാണ് രാമസേതു എന്ന് പറഞ്ഞത്. അത് ആദംസ് ബ്രിഡ്ജ് എന്നുള്ള ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ശ്രീലങ്ക ഇവിടുന്ന് ഏതാണ്ട് 24 കിലോമീറ്റർ ദൂരത്തിലാണ്. തലൈമന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് ചെന്ന് കയറുന്നത്. ഇതിൻ്റെ ഇത് അപ്പോൾ നമുക്ക് പകലൊക്കെ ആണെങ്കിൽ നല്ല വെളിച്ചുള്ള സമയത്താണ് കാണാൻ പറ്റും. നമുക്ക് പക്ഷെ ഇപ്പോൾ നോക്കിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് പഴയ NH49 കൊച്ചിൻ ധനുഷ്കോടി ദേശീയപാതയാണ്. ഇപ്പോൾ അത് പേര് മാറ്റി NH85 എന്നാക്കിയിട്ടുണ്ട്. പാമ്പൻ പാലമാണ്. 2.6 കിലോമീറ്റർ ദൂരമുണ്ട്, 2.6 കിലോമീറ്റർ ദൂരം. 144 സ്പാനുണ്ട് ഈ പാലത്തിൽ. സ്പാനിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. മണ്ഡപം മുതൽ രാമേശ്വരം വരെയാണ് ഈ പാലം ഉള്ളത്. 1911 പണി തുടങ്ങിയിട്ട് 1914 ഇതിൻ്റെ പണി പൂർത്തിയായത്. 1915 ഇത് കമ്മീഷൻ ചെയ്തു. പുതിയ പാലത്തിൻ്റെ പണിയാണ് സൈഡിൽ. 2023 ലാസ്റ്റ് ആകുമ്പോഴേക്കും പാലം പണി പൂർത്തിയാവുന്നതാണ്. അപ്പോൾ ഒരു ട്രെയിൻ എന്തായാലും സൈഡിലൊക്കെ വരുന്നുണ്ട്. വളരെ സ്ലോ സ്പീഡിലാണ് ഇവിടെ ട്രെയിനൊക്കെ പോകുന്നത്. കാരണം അത്രയ്ക്ക് കെയർഫുള്ളായിട്ട് ഏറ്റവും ഈ സൈക്ലോണൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിലൂടെ ഒരു ട്രെയിൻ യാത്ര അവിസ്മരണീയമായിരിക്കും. എന്തായാലും നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ട്രെയിൻ പോകാനാണ് നല്ല ഭാഗ്യം. പിന്നെ ഭയങ്കര ശക്തി
ഇവിടുന്ന് അങ്ങോട്ട് തഞ്ചാവൂരിലേക്ക് ജെസ്സിയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളിപ്പോൾ NH85 കൂടെയാണ് പോകുന്നത്. അത് രാമനാഥപുരം വഴി തൊണ്ടി പോയിന്റ് വരും. തൊണ്ടി പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് NH85 മൂന്നാർ വഴി മധുര മൂന്നാർ അങ്ങനെ പോകും. നമ്മൾ സ്ട്രെയിറ്റ് തന്നെ പോകും. അത് സ്റ്റേറ്റ് ഹൈവേ 29 ആണ് തമിഴ്നാട്ടിലെ. അത് തഞ്ചാവൂർ മുതൽ ഓരത്തുനാട് ഈ പാട്ടുകോട്ടെ മെയിൻ റോഡാണ്. പാട്ടുകോട്ടെ ധനുഷ്കോടി അങ്ങനെ വരുന്ന മെയിൻ റോഡാണ്. അതിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ പോണ വഴിക്ക് തൊണ്ടി പോയിന്റ് ഉണ്ട്. തൊണ്ടി പോയിന്റ് ഇതെല്ലാം കടൽത്തീരമാണ്. ഈസ്റ്റ് കോസ്റ്റ് ലൈനിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ശരിക്കും ഇത്. കടൽത്തീരത്തോടെ തന്നെ പോയിട്ട് തൊണ്ടി പോയിന്റ് ചെല്ലും. രാമനാഥപുരത്തുനിന്ന് തൊണ്ടി പോയിന്റിൽ നിന്ന് ഈസ്റ്റ് കോസ്റ്റ് ലൈൻ വഴി നമ്മൾ പോയി പാട്ടുകോട്ടെ, ഓരത്തുനാട്, സുരേക്കോട്ടെ, അങ്ങനെ സുരേക്കോട്ടെ എല്ലാം ട്രാവൽ ചെയ്ത് സ്റ്റേറ്റ് ഹൈവേ 29 ആണത്. 29ലേക്ക് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് തഞ്ചാവൂരിലെത്താമെന്നുള്ള ഒരു ഇതിലാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ തഞ്ചാവൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള പാടശേഖരങ്ങളാണ് കാണാനാണ്. ഈ മനോഹരമായ ഈ പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ അറിയാതെ തന്നെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങിപ്പോകും. നമുക്ക് ഈ പ്രകൃതിയൊക്കെ ഒന്ന് കാണാനും അതിമനോഹരമായി ഇതിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ എടുക്കും. ഞാനും കുഞ്ഞിനോട് കൂടി പതുക്കെ ഇറങ്ങിയിട്ട് ഈ പാടത്തേക്കിടയൊക്കെ ഒന്ന് നടന്നു നോക്കുകയാണ്. ഒരു ചെറിയൊരു വഴിയുണ്ട് കേട്ടോ പാടത്തിൽ നിന്ന് അടിവിക്കിടങ്ങൾ പോകാനായിട്ട്. നല്ല രസമാണ്. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ നല്ല സുഖമായിട്ട് വന്നിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാവും. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. എങ്കിലും നല്ല രസമാണ് ആ പച്ചപ്പ്. ഈ കാവേരിയുടെ ഇതാണ് നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ബൃഹദീശ്വര ടെമ്പിൾ, ഇറ്റ്സ് സോ അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു. നമ്മള് ഫണ്ടാബുലസ്, സൂപ്പർ അമേസിംഗ് എന്ന് പറയണം. ഇതിപ്പോൾ നിങ്ങൾ തുടക്കം മാത്രമല്ലേ, ഇതിൻ്റെ ഓരോ സ്ഥലത്തും നമുക്ക് കണ്ണെടുക്കാൻ തന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ 18 ഹെക്ടറിൽ കണ്ടു തീർക്കാൻ പറ്റാത്ത അത്ര പണികൾ ഇതിനകത്ത് കാണിച്ചു വെച്ചിന്. ഇത് കാവേരി നദിയുടെ സൗത്ത് ബാങ്കിൽ ഒരു ക്ഷേത്രം. ചോള രാജാവായ രാജരാജ ഒന്നാമനാണ് ഈ മഹാഗോപുരം പണിത്. 11ാം നൂറ്റാണ്ടില് ഒരു 1003 മുതൽ 1010 വരെയുള്ള സമയത്താണ് ഈ ക്ഷേത്രം പണിത്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അനുവദിച്ച ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ കയറി വന്നത് മണ്ഡപമില്ലേ ഫസ്റ്റ് കാണണേ, അതിന് 30 മീറ്റർ ഹൈറ്റ് ആണ് അതിന്റെ പൊക്കം, ആ പ്രധാന ഗോപുരത്തിന്. പിന്നെ ഇതിന്റെ മെയിൻ ഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 മീറ്റർ ആണ്. പിന്നെ 8 ടൺ ഭാരമുള്ള ഒരു വലിയ താഴേക്കൂടം അത് മുകളിൽ. ആ വലിയ താഴേക്കൂടം ശരിക്കും നമ്മള് പണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അത് മുകളിൽ കയറ്റിയത്. അപ്പൊ അതിന് മുകളിലൊക്കെ മണ്ണൊക്കെ ഇട്ട് നികത്തിയിട്ട് ആനകള് വലിച്ചുകൊണ്ട് മുകളിൽ കൊണ്ട് അത് പണിത് കൊത്തുപണിയെല്ലാം കഴിഞ്ഞ ശേഷം പിന്നീട് ആ മണ്ണ് കംപ്ലീറ്റ് മാറ്റി എന്നാ പറയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവം മഹാശിവരാത്രി അല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ മുൻഭാഗത്തായിട്ട് തന്നെ നന്ദിയുടെ ഒരു വലിയ പ്രതിമയുണ്ട്. ഇതിന് താഴേക്കൂടത്തിൽ 4 സ്ഥലത്തിൽ, വലിയ ക്ഷേത്രത്തിൽ താഴേക്കൂടത്തിൽ 4 സ്ഥലവും ഈ സൈഡുണ്ടല്ലോ. ആ 4 സൈഡിലും ഒരുപാട് മൂർത്തികളുടെ എല്ലാം ഇത് നല്ല കൊത്തി നല്ല ഭംഗിയായിട്ട് അത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റാത്ത ഒരു ഇതാവുള്ളൂ. പിന്നെ 1000ഓളം ശിവലിംഗങ്ങളാൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടെ കൂടിയിട്ടാണ് ഇത്. മെയിനായിട്ട് ഇവിടെ നന്ദി, പാർവതി, മുരുകൻ, വിനായകർ, സഭാപതി, പിന്നെ ദക്ഷിണാമൂർത്തി, വരാഹി, ചാണ്ടീശ്വർ, ഇങ്ങനെ കുറെ മൂർത്തികളുടെ ഇതെല്ലാം അതിലുണ്ട് താനും. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഗോപുരമാണ് വിമാന ഗോപുരം. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരമുള്ളതാണിത്. 9 മീറ്ററോളം ഉയരമുള്ള നടരാജ വിഗ്രഹം അല്ലേ? നടരാജ വിഗ്രഹം, അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇത്ര മനോഹരമായ ക്ഷേത്രം കാണാൻ പറ്റിയ നമുക്ക് വലിയ നഷ്ടമാണ്. ഓ, നീ പറഞ്ഞ തന്നെ ഞാൻ പറയാൻ പോയതാട്ടോ. ശരിയായിരുന്നു, കറക്റ്റ് ആയിരുന്നു. കണ്ടില്ല വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു. ശരിയാ. നമ്മൾക്ക് ഒരു എന്താ പറയാ, ഇന്ത്യയിൽ താമസിച്ചിട്ട് അതും ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കാണാൻ പറ്റിയില്ലായിരുന്നു. അത് വലിയ നഷ്ടമായി പോയേനെ. അമേസിംഗ്. യാ. കഴിഞ്ഞ വർഷം
പരിപാവനമായ ക്ഷേത്രങ്ങളായതുകൊണ്ട് നമുക്ക് ചെരുപ്പുകളൊന്നും ഉപയോഗിക്കാനായിട്ട് ഇവിടെ അനുമതിയില്ല. നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അത് ഫ്രീ ആണ്. അവിടെ കുറേ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ചെരുപ്പുകളെല്ലാം സൂക്ഷിച്ച് വയ്ക്കാം. അതിനുശേഷമാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ചെരുപ്പിൻ്റെ ആവശ്യമേ വരുന്നില്ല. കാരണം മണ്ണിലൊന്നും നമ്മൾ കാലുള്ള ഫുള്ള് കരിങ്കല്ലും അതുപോലുള്ള ടൈൽസൊക്കെ ഉപയോഗിച്ചിട്ട് മുഴുവൻ വിരിച്ചേക്കുക. അപ്പോൾ നമുക്ക് നല്ല ചൂടുണ്ട്, നല്ല കൈയും കാലൊക്കെ പൊള്ളും, അല്ലാതെ യാതൊരു കുഴപ്പങ്ങളും നമുക്ക് സുഖമായിട്ട് ചവിട്ടി തന്നെ പോകാം. മൂർത്തിയിൽ അഭിഷേകം നടത്തിയ ശേഷം അത് കളക്ട് ചെയ്യുന്നത് വെള്ളമായാലും പാലായാലും വെണ്ണയായാലും അത് കളക്ട് ചെയ്യുന്ന ഒരു പാത്രമാണിത്. ഇത് അതിനുശേഷം പിന്നെ അത് ആവശ്യമുള്ളവർ അതിൽ നിന്ന് എടുത്ത ശേഷം പിന്നീട് അത് തന്നെ പുറത്ത് ഡ്രെയിനേജിലേക്ക് പോകും. ഡ്രെയിനേജൊക്കെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആട്ടോ, ഭയങ്കര തല ഉപയോഗിച്ച് ചെയ്തേക്കണം ഡ്രെയിനേജ്. അതായത് ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് കാണാത്ത രീതിയിൽ അതെല്ലാം താഴത്തേക്കൂടെ പോയിട്ട് ഏതോ ഒരു വലിയ ടാങ്കിലൊക്കെ പോയി അത് കളക്ട് ചെയ്ത് അത് വെക്കുക. അതാണ് അതിൻ്റെ മെയിൻ. പിന്നീട് ഈ കാണുന്നത് മുഴുവൻ ശിവലിംഗങ്ങളാണ്. 1000-ഓളം ശിവലിംഗങ്ങളെന്ന് പറയും. ചോളരാജാവിന് രാജരാജ ചോളന് ഈ ശിവലിംഗത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ശിവലിംഗങ്ങൾ ഒരുപാടുണ്ട്. 1000-ഓളം ശിവലിംഗങ്ങളുണ്ട് പല വലുപ്പത്തിലുള്ള.